പ്രിയപ്പെട്ടവരെ, ഞാൻ ചന്ദ്രബാബു, കണ്ണൂർ ആകാശവാണിയിലെ അസിസ്റ്റന്റ് ഡയറക്ടറാണ്. ഗാന്ധി ജയന്തിയോടനുബന്ധിച്ച് മഹാത്മാഗാന്ധിയെക്കുറിച്ച് കൂട്ടുകാരോട് ചുരുക്കം ചില കാര്യങ്ങൾ സംസാരിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഗാന്ധിജിയെ നമ്മൾ ഇന്ന് ഓർമ്മിക്കുമ്പോൾ 150 കൊല്ലം മുമ്പ് ഇന്ത്യയിലെ ഒരു സാധാരണ ഗ്രാമത്തിൽ ദരിദ്രമായ ചുറ്റുപാടുകളിൽ ജനിച്ച് വളർന്ന ഒരാൾ ലോകാരാധ്യനായി മാറിയത് എങ്ങനെ എന്ന നിലക്കാണ് നാം നോക്കിക്കാണേണ്ടത്. അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളുമെല്ലാം നിറഞ്ഞു നിൽക്കുന്ന ഒരു കുടുംബാന്തരീക്ഷത്തിൽ ഒരു സാധാരണ ബാലനായി വളർന്ന ഗാന്ധിജിക്കുണ്ടായ ഒരു സൗഭാഗ്യം ഒരുപക്ഷെ പാശ്ചാത്യ വിദ്യാഭ്യാസം നേടാൻ അവസരം കിട്ടി എന്നുള്ളതാണ്. വിദേശത്ത് പഠിക്കാൻ പോകുന്ന സമയത്ത് അക്കാലത്ത് ഇന്ത്യയിലെ ഉയർന്ന ജാതിയിൽപ്പെട്ട ആളുകൾ കപ്പൽ യാത്ര ചെയ്യുകയാണെങ്കിൽ അവർക്ക് ജാതിഭ്രഷ്ട് വരും എന്ന ഒരു വിശ്വാസം മുറുകെ പിടിച്ചവരായിരുന്നു. അതുകൊണ്ട് തന്നെ സമുദായത്തിലെ യാഥാസ്ഥിതികരുടെ ഭാഗത്തു നിന്ന് കടുത്ത എതിർപ്പ് ഗാന്ധിജി വിദേശത്ത് പോയി പഠിക്കുന്നതിന് എതിരായിട്ടുണ്ടായിരുന്നു. ചുരുക്കം ചില ഉൽപ്പതിഷ്ണുക്കളുടെ പിന്തുണയോടുകൂടിയാണ് ഗാന്ധിജിക്ക് യൂറോപ്പിൽ പോയി പഠിക്കാൻ സാഹചര്യമുണ്ടായത്. ആ വിദ്യാഭ്യാസം ഗാന്ധിജിയെ വലിയ തോതിൽ മാറ്റി തീർക്കുന്നുണ്ട്. അവിടെ നിന്നാണ് ഗാന്ധിജി ഒരുപക്ഷെ ജനാധിപത്യത്തിൻ്റെയും സ്വാതന്ത്ര്യബോധത്തിൻ്റെയും ഒക്കെ ആശയങ്ങൾ അദ്ദേഹത്തിൽ രൂപപ്പെട്ടത് എന്ന് വേണം കരുതാൻ. നമ്മൾ ഇന്ന് ഗാന്ധിജിയെ നോക്കിക്കാണുമ്പോൾ ഗാന്ധിജിയുടെ ആത്മകഥ വായിച്ച ആളുകൾക്കൊക്കെ അറിയാം, ഒരുപാട് ദൗർബല്യങ്ങളുള്ള ഒരു മനുഷ്യനായിരുന്നു. ഗാന്ധിജി ആദ്യമായിട്ട് പ്രസംഗിച്ചതിൻ്റെയൊക്കെ അനുഭവം അദ്ദേഹം തൻ്റെ ആത്മകഥയിൽ വിവരിച്ചിട്ടുണ്ട്. കടലാസിൽ എഴുതിക്കൊണ്ടുപോയിട്ട് വായിക്കാനാണ്, കോളേജ് വിദ്യാർത്ഥിയായിരുന്ന കാലത്താണ്, ഒരു കടലാസിൽ എഴുതിക്കൊണ്ടുപോയിട്ട് വായിക്കാൻ ശ്രമിച്ചപ്പോൾ പരിഭ്രമം കൊണ്ട് കടലാസിൽ എഴുതിയത് പോലും കാണാനാവാതെ വിഷമിച്ചു നിന്ന അനുഭവം ഗാന്ധിജി ആത്മകഥയിൽ എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ വക്കീൽ പരീക്ഷ പാസ്സായതിനു ശേഷം നാട്ടിലെത്തി ആദ്യമായി ഒരു കേസ് വാദിക്കാൻ വേണ്ടി കോടതിയിൽ എഴുന്നേറ്റ് നിന്നപ്പോൾ ആഗ്രഹിച്ച രൂപത്തിലൊന്നും കോടതിയിൽ തൻ്റെ കക്ഷിക്ക് വേണ്ടി വാദിക്കാൻ കഴിയാതെ പരിഭ്രമിച്ചതിൻ്റെ അനുഭവവും ഗാന്ധിജി പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ തൻ്റെ പരിമിതികളെക്കുറിച്ച് നല്ല ബോധ്യമുള്ള ആളായിരുന്നു ഗാന്ധിജി. ആ പരിമിതികളെയൊക്കെ പിന്നീട് ഓരോ സന്ദർഭങ്ങളിൽ മറികടക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞതാണ് അദ്ദേഹത്തെ മഹാത്മാവാക്കി മാറ്റിയത്. 3 വൻകരകളിൽ തൻ്റെ ജീവിതത്തിൻ്റെ നല്ലൊരു ഭാഗം ഗാന്ധിജി ചെലവഴിക്കുന്നുണ്ട്. യൂറോപ്പിൽ അദ്ദേഹം വിദ്യാഭ്യാസം, അദ്ദേഹത്തിൻ്റെ ബാരിസ്റ്റർ വിദ്യാഭ്യാസം അവിടെ വെച്ചാണ് അദ്ദേഹം പൂർത്തിയാക്കുന്നത്. പിന്നീട് നമ്മുടെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ചില സന്ദർഭങ്ങളിൽ ചർച്ചയ്ക്കായിട്ടും അദ്ദേഹം ലണ്ടനിലേക്ക് പോകുന്നുണ്ട്. ദക്ഷിണാഫ്രിക്കയിലുള്ള കാലത്തും അദ്ദേഹം ലണ്ടനിലേക്ക് ചില യാത്രകൾ നടത്തുന്നുണ്ട്. അങ്ങനെ യൂറോപ്പുമായിട്ടുള്ള ഒരു ബന്ധം ഗാന്ധിജിക്ക് ഒന്നിലേറെ തവണ യൂറോപ്പിൽ പോവുകയും അവിടെയുള്ള സംഭവ വികാസങ്ങൾ നോക്കിക്കാണുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഗാന്ധിജിയിലെ പോരാളിയെ രൂപപ്പെടുത്തിയത്, ഗാന്ധിജിയിലെ രാഷ്ട്രീയ നേതാവിനെ രൂപപ്പെടുത്തിയതൊക്കെ ദക്ഷിണാഫ്രിക്കയാണ്. ഒരു കേസിന് വേണ്ടി ഇന്ത്യക്കാരനായ ഒരാൾക്ക് ദക്ഷിണാഫ്രിക്കയിലെ കോടതിയിലുണ്ടായ ഒരു കേസ് വാദിക്കാൻ വേണ്ടിയിട്ടാണ് ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ എത്തുന്നത്. ആ കേസിൻ്റെ വാദം കഴിഞ്ഞതിന് ശേഷം ന്യായമായിട്ടും ഗാന്ധിജിക്ക് ഇന്ത്യയിലേക്ക് തിരിച്ചു വരാമായിരുന്നു. എന്നാൽ ദക്ഷിണാഫ്രിക്കയിലെ ജനങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ, പ്രത്യേകിച്ച് ദക്ഷിണാഫ്രിക്കയിലെ ഇന്ത്യക്കാർ അനുഭവിക്കുന്ന ദുരനുഭവങ്ങളിൽ അവരെ സഹായിക്കേണ്ടത് തൻ്റെ കടമയാണ് എന്ന ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ദക്ഷിണാഫ്രിക്കയിൽ തുടർന്നും താമസിക്കുകയും അവിടെയുള്ള സാമാന്യ വിദ്യാഭ്യാസം പോലും ഇല്ലാത്ത ഇന്ത്യക്കാർക്ക് അവിടുത്തെ നിയമങ്ങളെക്കുറിച്ച് പറഞ്ഞു കൊടുക്കാനും
അവിടുത്തെ നിയമങ്ങൾ അവർക്കുണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ ലഘൂകരിക്കാനും വേണ്ടിയിട്ട് തൻ്റെ താമസം കുറേ വർഷങ്ങളോളം ദക്ഷിണാഫ്രിക്കയിൽ തന്നെ ആക്കാം എന്ന് തീരുമാനിക്കുകയും ചെയ്ത ഒരു വലിയ മനസ്സിൻ്റെ ഉടമയായിട്ട് കൂടി നമ്മൾ ഗാന്ധിജിയെ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇന്നത്തേതുപോലെ മാധ്യമങ്ങളൊന്നും ഇല്ലാത്ത കാലത്ത്, പത്രങ്ങളില്ല, റേഡിയോ ഇല്ല, ടെലിവിഷനൊന്നും ഇല്ലാത്തൊരു കാലത്ത് ഇന്ത്യക്കാരുടെ മുഴുവൻ ശ്രദ്ധ നേടിയെടുത്തുകൊണ്ട് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തെ നയിക്കുക എന്ന ഉത്തരവാദിത്വത്തിനാണ് ഗാന്ധിജി യാദൃച്ഛികമായി നിയുക്തനാകുന്നത്. ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് ഇന്ത്യയിൽ എത്തുന്നതിന് മുമ്പ് തന്നെ ഇവിടെ കോൺഗ്രസിൻ്റെ പ്രവർത്തനങ്ങൾ സജീവമായിരുന്നു. അപ്പോൾ ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് ഒരു അതിഥി എന്ന നിലക്കാണ് കോൺഗ്രസിൻ്റെ സമ്മേളനങ്ങളിൽ 1-2 തവണ ഗാന്ധിജി വന്നിട്ടുള്ളത്. ആ സമ്മേളനങ്ങളിൽ ദക്ഷിണാഫ്രിക്കയിലെ ഇന്ത്യക്കാരുടെ പ്രശ്നങ്ങളാണ് ഗാന്ധിജി പ്രമേയ രൂപത്തിലും മറ്റും അവതരിപ്പിച്ചിരുന്നത്. എന്നാൽ ഗാന്ധിജിയുടെ തുടർന്നുള്ള കർമ്മരംഗം ഇന്ത്യ ആയിരിക്കണമെന്നും ഇന്ത്യയിലെ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടിയിട്ട് ഉള്ള പ്രവർത്തനങ്ങളിൽ ഗാന്ധിജിയുടെ നേതൃത്വം ഉണ്ടാവണം എന്നുമുള്ള പ്രവർത്തകരുടെ, സ്വാതന്ത്ര്യ സമര സേനാനികളുടെ ആഗ്രഹത്തിൻ്റെ ഭാഗമായാണ് ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിലെ താമസം മതിയാക്കി ഇന്ത്യയിലെത്തുന്നത്. വളരെ സ്വാഭാവികമായാണ് ഗാന്ധിജി സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിൻ്റെ നേതൃത്വത്തിലെത്തുന്നത്. അപ്പോൾ ഗാന്ധിക്കറിയാം തൻ്റെ മുമ്പിലുള്ളത് വലിയൊരു വെല്ലുവിളിയാണ് എന്നറിയാം. ഇന്ത്യയെപ്പോലെ ഭാഷയുടെ കാര്യത്തിലും വേഷത്തിൻ്റെ കാര്യത്തിലും ആചാരങ്ങളുടെ കാര്യത്തിലും ഇത്രയേറെ വൈവിധ്യം പുലർത്തുന്ന ഒരു രാജ്യത്തെ ജനങ്ങളെ മുഴുവൻ ഐക്യപ്പെടുത്തുക എന്ന് പറയുന്നത് ഒരു ഭാരിച്ച ഉത്തരവാദിത്തമാണ്. ഏത് ഭാഷയിൽ അവരോട് സംസാരിക്കണം, ഭാഷ അറിയുന്നവർ, വളരെ ഉത്തരേന്ത്യയിലെ നേതാക്കൾക്ക് ദക്ഷിണേന്ത്യയിലെ ജനങ്ങളോട് വന്നിട്ട് സംസാരിച്ചു കഴിഞ്ഞാൽ അവിടെയൊക്കെ ആശയവിനിമയത്തിൻ്റെയൊക്കെ വലിയ പ്രയാസങ്ങളുണ്ട് എന്നൊക്കെ ഗാന്ധിജിക്ക് വളരെ കൃത്യമായിട്ട് അറിയാമായിരുന്നു. തൻ്റെ രാഷ്ട്രീയ ഗുരുനാഥൻ എന്ന് ഗാന്ധിജി വിശേഷിപ്പിക്കുന്നത് ഗോപാലകൃഷ്ണ ഗോഖലെയാണ് എന്ന് നിങ്ങൾക്കൊക്കെ അറിയാം. ഗോപാലകൃഷ്ണ ഗോഖലെയാണ് ഗാന്ധിജിയോട് ഇന്ത്യ മുഴുവൻ സന്ദർശിക്കണം, ഇന്ത്യ എന്താണ് എന്ന് കണ്ടറിയണം. ഗാന്ധിജി ഇന്ന് നമുക്കറിയാം, ഗാന്ധിജി ഇന്നത്തെ ഗുജറാത്ത് സംസ്ഥാനത്താണ് ഗാന്ധിജി ജനിച്ചത്. ഗാന്ധിജിക്ക് പിന്നീട് അറിയാവുന്ന ഒരു പ്രദേശം ഗുജറാത്തിനോട് ചേർന്ന് കിടക്കുന്ന ബോംബെയാണ്. ഇന്ത്യയുടെ മറ്റ് ഭാഗങ്ങൾ ഗാന്ധിജി അറിയുന്നതൊക്കെ ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് വന്നതിന് ശേഷം നടത്തിയിട്ടുള്ള യാത്രകളിലൂടെയാണ്. അപ്പോൾ ഈ യാത്ര ഇന്ത്യയിലെ ഗ്രാമങ്ങളിലൂടെയൊക്കെ സഞ്ചരിച്ചതിൻ്റെ ഒരു അനുഭവം, ആ അനുഭവം ഗാന്ധിജിയെ വലിയ തോതിൽ മാറ്റി തീർക്കുന്നുണ്ട്. എന്താണ് ഇന്ത്യയുടെ അവസ്ഥ എന്ന് ഗാന്ധിജി മനസ്സിലാക്കുന്നത് അത്തരം യാത്രകളിലൂടെയാണ്. നമ്മുടെ കേരളത്തിൽ തന്നെ ഗാന്ധിജി 6 തവണയോളം ഗാന്ധിജി കേരളത്തിൽ വന്നിട്ടുണ്ട് എന്ന് നമുക്കറിയാം. കേരളത്തിൽ വൈക്കം സത്യാഗ്രഹ സമരം നടക്കുന്ന സമയത്ത് ഗാന്ധിജി കേരളത്തിൽ വരുന്നുണ്ട്. ശ്രീനാരായണ ഗുരുവിനെ ഗാന്ധിജി വന്ന് സന്ദർശിക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെ കേരളവുമായിട്ടും ഗാന്ധിജിക്ക് അടുത്ത ബന്ധമുണ്ട് എന്ന് നമുക്കറിയാം. നമ്മുടെ കോഴിക്കോട് കടപ്പുറത്താണ് ഗാന്ധിജി ആദ്യമായിട്ട് കേരളത്തിൽ, ഇന്നത്തെ കേരളത്തിൻ്റെ ഭാഗമായിട്ടൊരു പ്രദേശത്ത് ഗാന്ധിജി ആദ്യമായിട്ട് വരുന്നത് കോഴിക്കോടാണ്. കോഴിക്കോട് കടപ്പുറത്ത് ചേർന്ന സമ്മേളനത്തിൽ ഗാന്ധിജി സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഇന്ത്യ മുഴുവൻ സന്ദർശിച്ചുകൊണ്ട് ഇന്ത്യയെ മനസ്സിലാക്കിക്കൊണ്ട് ആണ് ഗാന്ധിജി പിന്നീട് സമര പരിപാടികൾക്ക് രൂപം കൊടുക്കുന്നത് എന്ന് നമുക്കറിയാം. ദക്ഷിണാഫ്രിക്കയിൽ നിന്നുള്ള അനുഭവങ്ങൾ ഗാന്ധിജിയെ അതിനെ സഹായിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കടുത്ത പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാവുന്ന സമരത്തിലേക്ക് എടുത്തു ചാടാതെ സഹന സമരം, ചില യൂറോപ്യൻ ചിന്തകരൊക്കെ പറഞ്ഞിട്ടുള്ള, മുന്നോട്ട് വെച്ചിട്ടുള്ള സിവിൽ നിയമലംഘനം പോലുള്ള സമരങ്ങൾക്കാണ് ഗാന്ധിജി രൂപം നൽകിയതെന്ന് നമുക്കറിയാം. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല ഇന്ത്യയിലെ സ്വാതന്ത്ര്യ സമര പോരാളികളുടെയൊക്കെ മനസ്സാക്ഷിയെ പിടിച്ചുലച്ച വളരെ വേദനിപ്പിക്കുന്ന ഒരു സംഭവമാണ് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് ഉണ്ടാകുന്ന പ്രതികരണം, അതിനെതിരായിട്ടുള്ള പ്രതിഷേധ സമരം ഒരുപക്ഷെ വലിയ
പ്രത്യാഘാതങ്ങൾക്ക് വഴിയൊരുക്കിയേക്കാം എന്ന ഭയം ഗാന്ധിജിക്ക് ഉണ്ടായിരുന്നു. ഗാന്ധിജി ജനങ്ങളോട് അവരവരുടെ വീടുകളിൽ നിരാഹാരം, ഉപവാസം അനുഷ്ഠിക്കുക, അങ്ങനെ അതിനോടുള്ള പ്രതിഷേധം കാണിക്കാനാണ് ഗാന്ധിജി പറഞ്ഞത്. അങ്ങനെയുള്ള പ്രതിഷേധം അവരവരുടെ വീടുകളിൽ ഒരു ദിവസം നിരാഹാരം കിടന്നുകൊണ്ട് അതിനോടുള്ള പ്രതിഷേധം അറിയിക്കുക എന്ന് ഉള്ള സമരത്തിനാണ് ഗാന്ധിജി നിർദ്ദേശം നൽകിയത്. അതിലൂടെ ഇപ്പൊ ഗാന്ധിജിയുടെ പൈതൃകം എന്നുള്ള നിലയ്ക്ക് എന്താണ് ഗാന്ധിജി ഇന്ത്യൻ ജനങ്ങൾക്ക് കൈമാറിയത് എന്ന് നമ്മൾ ഇന്ന് വിലയിരുത്തേണ്ടതുണ്ട്. നമുക്കറിയാം, ഗാന്ധിജി സത്യം, അഹിംസ തുടങ്ങിയ ആശയങ്ങൾ വളരെ മുറുകെ പിടിച്ച ആളാണ് ഗാന്ധിജി. അതുകൊണ്ട് തന്നെ സമാധാനം എന്ന് പറയുന്ന ലോക സമാധാനത്തിന് വലിയ സംഭാവന നൽകിയ വ്യക്തിയാണ് ഗാന്ധിജി എന്ന് നമുക്ക് അറിയാം. അതുപോലെ തന്നെ പൊതുപ്രവർത്തനം എന്ന് പറയുന്നത് അങ്ങേയറ്റം സത്യസന്ധമായിരിക്കണം എന്ന കാര്യത്തിൽ വലിയ നിർബന്ധബുദ്ധി കാണിച്ചിട്ടുള്ള ആളായിരുന്നു ഗാന്ധിജി. അതുപോലെ ലാളിത്യം തൻ്റെ ജീവിതത്തിലുടനീളം, പ്രത്യേകിച്ച് പൊതുപ്രവർത്തനത്തിൻ്റെ കാലയളവിൽ വലിയ തോതിലുള്ള ലാളിത്യം പാലിച്ച ആളാണ്. അത് വസ്ത്രധാരണത്തിൻ്റെ കാര്യത്തിലായാലും ജീവിതത്തിലെ മറ്റ് ആർഭാടങ്ങളെല്ലാം ഉപേക്ഷിച്ച ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലൊക്കെ തന്നെ നമ്മൾ വിലയിരുത്തേണ്ട ഒരു കാര്യമാണ് ഗാന്ധിജി പിന്തുടർന്നു പോകുന്ന ലാളിത്യം. വളരെ മാതൃകാപരമാണത്. അപ്പം അത്തരം മൂല്യങ്ങൾ, അതുപോലെ മതങ്ങളോടുള്ള ഗാന്ധിജിയുടെ സമീപനം. ഗാന്ധിജി താനൊരു മതവിശ്വാസിയാണ് എന്ന് ഉറക്കെ പറഞ്ഞിരുന്ന ആളാണ് അതിൽ. അപ്പം അങ്ങനെ മതവിശ്വാസിയാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും ഇതര മതങ്ങളോട് ഗാന്ധിജി കാണിച്ച അങ്ങേയറ്റത്തെ ബഹുമാനം തൻ്റെ പ്രാർത്ഥനാ യോഗങ്ങളിലൊക്കെ ഗാന്ധിജി സർവമത പ്രാർത്ഥനയാക്കി മാറ്റിയിട്ടുണ്ട്. ഇതര മതഗ്രന്ഥങ്ങളിൽ നിന്ന് പോലും ഗ്രന്ഥങ്ങൾ പാരായണം ചെയ്യുക ഒക്കെ ഉള്ളതാണ് ഗാന്ധിജിയുടെ പ്രാർത്ഥനാ യോഗങ്ങൾ എന്ന് നമുക്കറിയാം. അപ്പം അങ്ങനെ മതസൗഹാർദ്ദത്തിൻ്റെ അതിവിശിഷ്ടമായ മാതൃകയാണ് ഗാന്ധിജി കാണിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഗാന്ധിജിയുടെ സാന്നിധ്യം മാത്രം ഒരു പ്രദേശത്ത് വലിയ തോതിലുള്ള സമാധാനം ഉണ്ടാക്കുന്നു എന്നതിൻ്റെ അനുഭവം സ്വാതന്ത്ര്യപ്രാപ്തിയുടെ നാളുകളിൽ ഇന്ത്യയുടെ പല ഭാഗത്തും ലഹളയുണ്ടായപ്പോൾ ഗാന്ധിജിയുടെ സാന്നിധ്യമുണ്ടായ പ്രദേശങ്ങളിൽ മാത്രം ലഹള നടന്നില്ല എന്ന കാര്യം ചരിത്രകാരന്മാർ എടുത്തു പറഞ്ഞിട്ടുള്ളത് നമ്മൾ ഓർമ്മിക്കേണ്ടത്. അങ്ങനെ തൻ്റെ സാന്നിധ്യം കൊണ്ട് അക്രമാസക്തരായ ആളുകളുടെ പോലും മനസ്സ് മാറ്റാൻ ഒക്കെ കഴിഞ്ഞിട്ടുള്ള വളരെ സവിശേഷമായ വ്യക്തിത്വമാണ് ഗാന്ധിജിയുടേത് എന്നൊക്കെ നമ്മൾ ഇന്ന് പ്രത്യേകം ഓർമ്മിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ നമ്മൾ വളരെ ഖേദത്തോടെ, നമ്മൾ വലിയ കുറ്റബോധത്തോടെ ഓർമ്മിക്കേണ്ട കാര്യമാണ് ഈ തരത്തിൽ അഹിംസയ്ക്ക് വേണ്ടി നിലകൊണ്ട, അഹിംസയുടെ സന്ദേശം ലോകത്തെ എങ്ങും പഠിപ്പിച്ച മഹാനോട് നമ്മുടെ നാട്ടിലെ ഒരു വിഭാഗം കാണിച്ച അങ്ങേയറ്റം നീചമായ പ്രവൃത്തിയാണ് അദ്ദേഹത്തിൻ്റെ മരണത്തിൽ, അദ്ദേഹത്തെ വധിക്കുന്നതിലേക്ക് കലാശിച്ചത് എന്നതും നമ്മൾ വളരെ കുറ്റബോധത്തോടെ ഒരു പാഠം എന്നുള്ള നിലക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. 78-79 വയസ്സ് പ്രായമുള്ള ഒരു വയോവൃദ്ധൻ, അദ്ദേഹം സത്യവും അഹിംസയും മുറുകെ പിടിച്ച ഒരു മനുഷ്യൻ, ഉടനീളം ലാളിത്യം പുലർത്തിയ ഒരു മനുഷ്യൻ, യാതൊരു അധികാര സ്ഥാനങ്ങളോടും താല്പര്യം കാണിക്കാതിരിക്കുന്ന ഒരു മനുഷ്യനോട് ഇത്രയേറെ അസഹിഷ്ണുത വേണ്ടിയിരുന്നു എന്നുള്ള കാര്യം നമ്മൾ എല്ലാവരെയും ലജ്ജിപ്പിക്കേണ്ടതുണ്ട്. അത്തരത്തിലുള്ള ഒരു മനോഭാവം എങ്ങനെ ആളുകൾക്ക് പുലർത്താനായി എന്ന കാര്യത്തിലൊക്കെ നമ്മളെല്ലാവരും നമ്മളോട് തന്നെ ആ ഒരു ചോദ്യം ഉറക്കെ ചോദിക്കേണ്ടതുണ്ട്. ഗാന്ധിജി ജീവിച്ചിരുന്ന കാലത്ത് ഇന്നത്തേതുപോലെ പരിസ്ഥിതി സംരക്ഷണം പോലുള്ള ആശയങ്ങളൊന്നും അങ്ങനെ ചർച്ച ചെയ്യപ്പെടുന്നൊരു കാലമായിരുന്നില്ല. അതുപോലെ താൻ പരിസ്ഥിതിക്ക് വേണ്ടി നിലകൊള്ളുന്നു എന്നുള്ള നിലക്കല്ല ഗാന്ധിജി തൻ്റെ ചില ആശയങ്ങൾ രൂപപ്പെടുത്തിയതും. എങ്കിലും ഇന്നത്തെ പാരിസ്ഥിതികമായ ഒരു കാഴ്ചപ്പാട് വെച്ച് നോക്കുകയാണെങ്കിൽ ഗാന്ധിജിയുടെ ചില ആശയങ്ങൾക്ക് ഏറെ ഇന്ന് പ്രസക്തി കൈവന്നിട്ടുണ്ട്. ഗാന്ധിജി ലാളിത്യം മുറുകെ പിടിച്ച ആളാണ് എന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ നമ്മളൊക്കെ നമ്മുടെ ചെലവുകളിലെല്ലാം നിയന്ത്രണങ്ങൾ വരുത്തേണ്ടതുണ്ട്. നമ്മുടെ ആർഭാടങ്ങൾ പലതും നമ്മൾ ഉപേക്ഷിക്കേണ്ടതുണ്ട്. പ്രകൃതി വിഭവങ്ങൾ ചൂഷണം ചെയ്യുന്ന കാര്യത്തിൽ നമ്മളെല്ലാവരും മിതത്വം പുലർത്തേണ്ടതുണ്ട് എന്ന് തുടങ്ങിയ ആശയങ്ങൾ
വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരുന്ന ആളാണ് ഗാന്ധിജി. ഗാന്ധിജിയുടെ പ്രശസ്തമായൊരു വാക്യമുണ്ട്, എല്ലാവരുടെയും ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ളത് ഈ പ്രകൃതിയിലുണ്ട്, എന്നാൽ ഒരാളുടെ പോലും അത്യാഗ്രഹത്തിന് വേണ്ടിയിട്ടുള്ളത് ഈ ഭൂമിയിലില്ല, പ്രകൃതിയിലില്ല എന്ന ഗാന്ധിജിയുടെ പ്രശസ്തമായൊരു വാക്യം. ഇംഗ്ലീഷിലെ നീഡ് എന്നും ഗ്രീഡ് എന്നുമുള്ള രണ്ട് വാക്കുകൾ വെച്ചുകൊണ്ടാണ് ഗാന്ധിജി ആ കാര്യം വിശദീകരിക്കുന്നത്. നീഡ് എന്ന് പറഞ്ഞാൽ ആവശ്യം എന്നാണ് അർത്ഥം, ഗ്രീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാഗ്രഹം എന്നാണ് അർത്ഥം. അപ്പം ഗ്രീഡിന് വേണ്ടിയിട്ടുള്ളത് ഒട്ടുമില്ല, എന്നാൽ ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള, അത്യാഗ്രഹത്തിന് വേണ്ടിയിട്ടുള്ളത് ഇല്ല, ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ളതെല്ലാം പ്രകൃതിയിലുണ്ട്. അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ, പ്രകൃതിയിലുള്ളതിനെ മിതമായി ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മുടെ എല്ലാം ആവശ്യത്തിന് അത് തികയും. അപ്പോൾ പ്രകൃതി വിഭവങ്ങൾ ഉപയോഗിക്കുന്ന കാര്യത്തിൽ നമ്മളെല്ലാം മിതത്വം പാലിക്കേണ്ടതുണ്ട്. അമിതമായ ചൂഷണം, അത് വെള്ളം ഉപയോഗിക്കുന്ന കാര്യത്തിലായാലും ശരി, മണ്ണ് ഉപയോഗിക്കുന്ന കാര്യത്തിലായാലും, പാറ ഉപയോഗിക്കുന്ന കാര്യത്തിലായാലും, മരങ്ങൾ ഉപയോഗിക്കുന്ന കാര്യത്തിലായാലും എല്ലാം നമ്മൾ ഒരു മിതത്വം പാലിക്കേണ്ടതുണ്ട്. നമുക്ക് ഇത്രയേറെ ഉപഭോഗ വസ്തുക്കൾ ആവശ്യമുണ്ടോ? ഭൂമിയിലെ മനുഷ്യർക്ക് എല്ലാവർക്കും കൂടിയിട്ട് എത്ര വസ്ത്രം വേണം, എത്ര പുതപ്പുകൾ വേണം, എത്ര മറ്റ് വീട്ടുപകരണങ്ങൾ വേണം എന്ന കാര്യത്തിലൊക്കെ നമുക്ക് ഒരു കണക്ക് വെച്ചുകൊണ്ട് മാത്രം ഉപയോഗിക്കുന്നതായാൽ ഒരുപാട് ധൂർത്ത് നമുക്ക് ഒഴിവാക്കാൻ കഴിയും എന്ന ബോധ്യത്തിലേക്കൊക്കെ ഗാന്ധിജി നമ്മളെ ചിന്തിക്കാൻ നമ്മളെ പ്രേരിപ്പിച്ചിട്ടുണ്ട്. ഗാന്ധിജി പലപ്പോഴായിട്ട് എഴുതിയിട്ടുള്ള ലേഖനങ്ങളിലൂടെയെല്ലാം ഇത്തരം കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇന്ന് നമ്മൾ ഗാന്ധിജിയെ ഓർമ്മിക്കുമ്പോൾ ഗാന്ധിജി നമുക്കായിട്ട് പകർന്നു തരുന്ന മൂല്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ള കാര്യത്തിലുള്ള ഒരാലോചനകൾ കുട്ടികളായ നിങ്ങൾക്കൊക്കെ തീർച്ചയായിട്ടും ഉണ്ടാവണം. ഗാന്ധിജി സത്യത്തിന് വേണ്ടി നിലകൊണ്ട ആളാണ്. അതുപോലെ എല്ലാ തരത്തിലുള്ള അക്രമങ്ങൾക്കും എതിരായിരുന്നു ഗാന്ധിജി. ജീവിതത്തിലുടനീളം ലാളിത്യം വെച്ച് പുലർത്തിയ ആളാണ് ഗാന്ധിജി. എല്ലാ മതങ്ങളോടും ഒരേ മനോഭാവത്തോടുകൂടി വ്യത്യസ്ത മതവിശ്വാസികളെ നോക്കിക്കാണാൻ കഴിഞ്ഞിരുന്ന, മതങ്ങൾ തമ്മിലുള്ള യാതൊരു സംഘർഷവും ഉണ്ടാകാൻ പാടില്ല എന്ന കാര്യത്തിൽ നിർബന്ധ ബുദ്ധി വെച്ച് പുലർത്തിയിരുന്ന ആളായിരുന്നു ഗാന്ധിജി. നമ്മുടെ പ്രകൃതിയെ സ്നേഹിച്ച, പരിസ്ഥിതി സംരക്ഷണത്തിന്, പ്രകൃതി വിഭവങ്ങൾ ചൂഷണം ചെയ്യുന്ന കാര്യത്തിൽ നമ്മളെല്ലാം മിതത്വം പാലിക്കേണ്ടതുണ്ട് എന്ന് തുടങ്ങിയ ആശയങ്ങൾ നമുക്ക് പറഞ്ഞു തന്ന മഹാനായ, നമ്മുടെ രാജ്യത്ത് ജീവിച്ച പിന്നെ മഹാനായ നേതാവ് എന്നുള്ള നിലയ്ക്ക് ഗാന്ധിജിയെ നോക്കിക്കാണേണ്ടതുണ്ട്. ഗാന്ധിജിയുടെ ആശയങ്ങൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ നമ്മളാൽ കഴിയുന്ന വിധത്തിൽ ഈ ആശയങ്ങൾ പ്രചരിപ്പിക്കാനും നമ്മളെല്ലാം ശ്രമിക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ഗാന്ധി അനുസ്മരണ പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിലെ സന്തോഷം അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. എല്ലാവർക്കും നന്ദി.